Good morning. Okay. Good morning. Okay. Anjana, Manita. Okay. Good morning. Can you set the right show? Okay, Dina. Good morning. Okay. അപ്പോ സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്താന്ന് പറഞ്ഞു. പിന്നെ ഗ്രീവൻസ് റിഡ്രസൽ മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. 5 മെത്തേഡുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, കളക്റ്റീവ് ബാർഗെയിനിങ്, പിന്നെ കളക്റ്റീവ് ബാർഗെയിനിങ്, പിന്നെ എന്തായിരുന്നു? യെസ്, മീഡിയേഷൻ, പിന്നെ കൺസിലിയേഷൻ, ആർബിട്രേഷൻ ആൻഡ് അഡ്ജുഡിക്കേഷൻ. ഈ 5 മെത്തേഡുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. വായിച്ചു നോക്കിയോ അവിടെ? ക്ലിയർ അല്ലേ എല്ലാ കാര്യങ്ങളും? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. എസെൻഷ്യൽസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ കേട്ടോ. നമ്മള് ഗ്രീവൻസ് റിഡ്രസൽ മെത്തേഡുകളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. കളക്റ്റീവ് ബാർഗെയിനിങ് അല്ലെ, അതായത് എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒരുമിച്ച് പരിഹരിക്കുന്നതാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. മീഡിയേഷൻ എന്ന് പറയുമ്പോൾ സ്വമേധയാ 2 കക്ഷികളും തമ്മിൽ എന്താണ് ഒരു പരിഹാരം കണ്ടെത്തുന്നതാണ് മീഡിയേഷൻ. കൺസിലിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടി അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹായത്തോടെ എന്ത് ചെയ്യാണ് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. പിന്നെ ആർബിട്രേഷനും അഡ്ജുഡിക്കേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞു. ആർബിട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫോർമൽ കോർട്ട് ഓർഡറിലല്ല നടക്കുന്നത്. അതേസമയം അഡ്ജുഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫോർമൽ കോർട്ട് സിസ്റ്റത്തിലാണ് നടക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എസെൻഷ്യൽസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. അതായത് ഇങ്ങനെയുള്ളൊരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഇങ്ങനെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഉണ്ട്. അത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സ്ഥാപനത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ, നടപ്പിലാക്കണം. അതിനായിട്ട് വേണ്ട കാര്യങ്ങള്, എസെൻഷ്യൽസ്, റിക്വയർമെന്റ്സുകൾ എന്തൊക്കെയാണ്? അതാണ് ഇത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് എത്ര പോയിന്റ് ഉണ്ടെന്നറിയോ? 6 പോയിന്റുകൾ നമുക്ക് അവിടെ പറയാനായിട്ടുണ്ട്. ഇതൊക്കെയാണ് 6 പോയിന്റുകൾ എസെൻഷ്യൽസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. ഫസ്റ്റ് വൺ ആക്സെപ്റ്റബിലിറ്റി. നമുക്ക് എന്താണ്? ആക്സെപ്റ്റബിലിറ്റി. സെക്കൻഡ് വൺ പ്രോംപ്റ്റ്നെസ്. തേർഡ് വൺ ലീഗൽ സാനിറ്റൈറ്റി. ഫോർത്ത് വൺ സിംപ്ലിസിറ്റി. ഫിഫ്ത്ത് വൺ ട്രെയിനിങ് ആൻഡ് സിക്സ്ത് വൺ ഫോളോ അപ്പ്. ഇതൊക്കെയാണ് 6 കാര്യങ്ങള്. ആക്സെപ്റ്റബിലിറ്റി, പ്രോംപ്റ്റ്നെസ്, ലീഗൽ സാനിറ്റൈറ്റി, സിംപ്ലിസിറ്റി, ട്രെയിനിങ്, അതുപോലെ തന്നെ ഫോളോ അപ്പ്. ഇങ്ങനെ 6 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? ആക്സെപ്റ്റബിലിറ്റി ആണ് അല്ലെ, സ്വീകാര്യത. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ദ ഗ്രീവൻസ് പ്രൊസീജിയർ ഷുഡ് ബി ഡെവലപ്ഡ് ആഫ്റ്റർ ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ്, വർക്കേഴ്സ് ആൻഡ് ദ യൂണിയൻ.
so that they are acceptable by everyone. Following guidelines must be considered for making it acceptable. അതായത് നമ്മൾ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാനേജ്മെന്റും അതുപോലെ വർക്കേഴ്സും പിന്നെ എന്ത് വേണം? യൂണിയൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അവരുമായിട്ട് കൂടിയാലോചിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അതൊരുപോലെ എന്തായിരിക്കണം? ആക്സെപ്റ്റബിൾ ആയിരിക്കും. അല്ലെ, നമ്മളൊരു പ്രൊസീജിയർ നടപ്പിലാക്കുമ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അല്ലെ, അപ്പൊ നമ്മൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നും പിന്നെ അവരുടെ ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അല്ലെ, അപ്പൊ അവരുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഗ്രീവൻസ് പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യേണ്ടത്. എല്ലാവർക്കും സ്വീകാര്യമാവുന്ന രീതിയിലാണ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എല്ലാവർക്കും അത് സ്വീകാര്യമാവണമെങ്കിൽ എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം? എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ നോക്കി? The following guidelines must be considered for making it acceptable. അതായത് എല്ലാവർക്കും അത് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം? ഒന്നാമത്തെ കാര്യം പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ടുവേർഡ്സ് ദ വർക്കേഴ്സ് മസ്റ്റ് ബി ഫോളോഡ്. നമ്മൾ എപ്പോഴും തൊഴിലാളികളോട് എംപ്ലോയീസിനോട് എപ്പോഴും നീതി പുലർത്തിയിരിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ആ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ഒക്കെ പറഞ്ഞപ്പോ സെക്ഷൻ 9C ഒക്കെ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, എപ്പോഴും നമ്മൾ എന്ത് വ്യവസ്ഥകൾ എടുക്കുമ്പോഴും അല്ലെങ്കിൽ എന്ത് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എടുക്കുമ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ വർക്കേഴ്സിനോടുള്ള അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ അവകാശങ്ങൾ ലംഘിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ തൊഴിലാളികളോട് എപ്പോഴും നീതി പുലർത്തിയിരിക്കണം. അതാണ് എന്ത്? പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ടുവേർഡ്സ് ദ വർക്കേഴ്സ് മസ്റ്റ് ബി ഫോളോഡ്. അതായത് ഈ പറയുന്ന തൊഴിലാളികളോട് എപ്പോഴും നീതി പുലർത്തിയിരിക്കണം. രണ്ടാമത്തെ കാര്യം ഇതാണ്, മാനേജേഴ്സ് മസ്റ്റ് കമാൻഡ് റീസണബിൾ പവർ. മാനേജേഴ്സിന് ന്യായമായിട്ടുള്ള അധികാരം നൽകിയിരിക്കും. അവർക്കും അവിടെ ഒരു റോൾ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ട ഒരു ന്യായമായിട്ടുള്ള അധികാരം മാനേജേഴ്സിന് കൊടുക്കുക. പിന്നെ എന്താണ്? സിഗ്നിഫിക്കന്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ട്രേഡ് യൂണിയൻ. അതുപോലെ ട്രേഡ് യൂണിയന്റെ ഒരു സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഉറപ്പാക്കുക. അതായത് അവരെ നമ്മൾ മാറ്റി നിർത്തരുത്. ട്രേഡ് യൂണിയനും അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുക, മാനേജേഴ്സിന് അവർക്ക് ന്യായമായിട്ടുള്ള ഒരു അധികാരം കൊടുക്കുക, എംപ്ലോയീസിനെ സംബന്ധിച്ച് അവരുടെ അവകാശങ്ങളെ ലംഘിക്കാത്ത രീതിയിൽ, ദാറ്റ് മീൻസ് അവരുടെ അവകാശങ്ങളോട് നീതി പുലർത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഗ്രീവൻസ് പ്രൊസീജിയർ നടപ്പിലാക്കി. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം? എല്ലാവർക്കും അതൊരുപോലെ ആക്സെപ്റ്റബിൾ ആയിരിക്കും. മനസ്സിലായല്ലോ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന ആക്സെപ്റ്റബിലിറ്റി അല്ലെ. ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മാനേജേഴ്സും എംപ്ലോയീസും അതുപോലെ ട്രേഡ് യൂണിയൻസുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അവർക്ക് എല്ലാവർക്കും അതൊരുപോലെ ആക്സെപ്റ്റബിൾ ആവണം. ആക്സെപ്റ്റബിൾ ആവാൻ നമുക്ക് സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എംപ്ലോയീസിനോട് ഇപ്പോഴും നീതി പുലർത്തണം അല്ലെ. അവരുടെ അവകാശങ്ങളോട് നീതി പുലർത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറുകൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ മാനേജേഴ്സിന് ന്യായമായിട്ടുള്ള അധികാരം കൊടുക്കുക. പിന്നെ ഈ പറയുന്ന ട്രേഡ് യൂണിയനുകളുടെ സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തുക. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ പോയിന്റ്? മനസ്സിലായോ? ആക്സെപ്റ്റബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് രണ്ടാമത് വരുന്ന പോയിന്റ് ആണ് പ്രോംപ്റ്റ്നെസ് കേട്ടോ. എന്താണ് പ്രോംപ്റ്റ്നെസ്? പ്രോംപ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താം. അപ്പൊ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് ഒരു താമസം എടുത്തൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനേക്കാളും നമ്മൾ പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കിട്ടുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ട് അത് കുറച്ചും കൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യം. പ്രോംപ്റ്റ്നെസ് ആണ്, വേഗത. ഓക്കെ, നോക്കാം. The prompt handling of grievances should be the objective of the grievance procedure. This can be done in the following manner. നമുക്കറിയാം, ഒരു ഗ്രീവൻസ് പ്രൊസീജിയറിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് പ്രോംപ്റ്റ് ഹാൻഡിലിംഗ് ഓഫ് പ്രൊസീജിയേഴ്സ്. അതായത് നമ്മൾ എത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പറയുന്ന ഗ്രീവൻസസുകൾ കൈകാര്യം ചെയ്യുക. പ്രോംപ്റ്റ് ഹാൻഡിലിംഗ് ഓഫ് ഗ്രീവൻസസ്. ഗ്രീവൻസസുകളെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. നമ്മൾ അല്ലെങ്കിൽ ആ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ 6 സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചപ്പോൾ അതിലൊരു സ്റ്റെപ്പ് ആയിരുന്നു എന്ത്? പ്രോംപ്റ്റ് റിഡ്രസൽ അല്ലെ. പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അപ്പോ പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമുക്ക് എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കാൻ കഴിയുക? എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? ഒന്നാമത്തെ നോക്കിയേ, the grievances should be addressed at the initial level. എന്താണ്? The grievances should be addressed
അറ്റ് ദ ഇനീഷ്യൽ ലെവൽ. അതായത് എപ്പോഴും ഗ്രീവൻസസുകൾ നമ്മൾ ഇനീഷ്യൽ ലെവലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിനെ സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കണം, അതിനെ നമ്മൾ അഡ്രസ് ചെയ്യണം. അതും നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെയുള്ള ഗ്രീവൻസസ് ഉണ്ടാവുമ്പോൾ അത് ഒരുപാട് വളർന്ന് വലുതായി വലിയൊരു ലെവലിലേക്ക് എത്തിയിട്ട് അത് പരിഹരിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് നമ്മളത് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത്, ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഇനീഷ്യൽ ലെവലിൽ തന്നെ നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടെത്താനാണ് ഏറ്റവും നല്ലത്, അല്ലെ? അതാണ് അവിടെ പറയുന്നത്, ഇനീഷ്യൽ ലെവലിൽ തന്നെ നമ്മൾ ഈ ഗ്രീവൻസസുകൾ ശരിയായ രീതിയിൽ അതിനെ അഡ്രസ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, മൾട്ടിപ്പിൾ അപ്പീൽസ് ഷുഡ് ബി അവോയ്ഡഡ്. ഒന്നിലധികം അപ്പീലുകൾ ഒഴിവാക്കാം. എപ്പോഴാണ് നമുക്ക് അപ്പീൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്? ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയിൽ ഒരു സൊല്യൂഷൻ നമുക്ക് തന്നു, പക്ഷെ ആ ഒരു സൊല്യൂഷനിൽ നമുക്ക് അതൃപ്തി വരുമ്പോഴാണ് നമ്മൾ അതിനെതിരായിട്ട് അപ്പീൽ പോകാം. അപ്പൊ എന്ത് വേണം? അപ്പീൽ വരാതിരിക്കാൻ എന്ത് വേണം? ഒരു നല്ലൊരു സൊല്യൂഷൻ അവർക്ക് കൊടുക്കുക. അതല്ലേ ഇതിന്റെ ഒരു മാർഗം? അതാണ് ഇവിടെ പറയുന്നത്, മൾട്ടിപ്പിൾ അപ്പീൽസ് ഷുഡ് ബി അവോയ്ഡഡ്, അല്ലെ? ഒന്നിലധികം അപ്പീലുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ. മൂന്നാമത്തെ കാര്യം പറയുന്നത്, സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ്സ് അറ്റ് ഈച്ച് ലെവൽ. എന്താണ് സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ്സ് അറ്റ് ഈച്ച് ലെവൽ? അതായത് ഓരോ തലത്തിലും ഒരു നിശ്ചിത സമയപരിധി കർശനമായിട്ട് നടപ്പിലാക്കുക. ഓരോ തലം എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മളൊരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ കണ്ടതാണ്, അല്ലെ? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഐഡന്റിഫൈ ചെയ്യും, ഗ്രീവൻസ് ഐഡന്റിഫൈ ചെയ്യും. രണ്ടാമത് നമ്മളത് ഡിഫൈൻ ചെയ്യും. മൂന്നാമത് അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകളെ നമ്മൾ കളക്ട് ചെയ്യും, അല്ലെ? നാലാമത് നമ്മൾ എന്ത് ചെയ്യും? ആ ഡാറ്റകളെ നമ്മൾ അനലൈസ് ചെയ്യും, അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തും. പിന്നീട് നമ്മൾ പ്രോംപ്റ്റ് റിഡ്രസലാണ്, കണ്ടെത്തിയ സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് നമ്മൾ നടപ്പിലാക്കും, പിന്നെ അതിന്റെ ഫോളോ അപ്പ് നടത്തും. ഇങ്ങനെയാണ് ഓരോ തലങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഓരോ തലത്തിലും ഈ പറയുന്ന ഒരു കർശന സമയപരിധി നടപ്പിലാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു സമയപരിധി, ഒരു ടൈം ലിമിറ്റ് അവിടെ വെക്കുന്നത്? എന്തായാലും ലാഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു ലെവലിൽ എത്തുമ്പോൾ അവിടെ നിന്ന് ഇത്ര സമയത്തിനുള്ളിൽ അവിടെ നിന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കണം. അല്ലെങ്കിൽ നമ്മൾ ഓരോ തലത്തിലും ഒരുപാട് സമയം ഇങ്ങനെ നീട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെട്ടെന്ന് എന്ത് കിട്ടില്ല, സൊല്യൂഷൻ കിട്ടില്ല. പെട്ടെന്ന് നമുക്കൊരു ടൈം ലിമിറ്റ് വെക്കുകയാണെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന കാര്യം ചെയ്യണം എന്നുള്ളൊരു ഒരു കർശനമായിട്ടുള്ള ഒരു എൻഫോഴ്സ്മെന്റ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ടൈം ലിമിറ്റ്, ആ ടൈം ബൗണ്ടറിക്ക് ഉള്ളിൽ തന്നെ വേഗം നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പൊ നമുക്ക് അധികം സമയം അവിടെ നഷ്ടപ്പെടരുത്, പെട്ടെന്ന് തന്നെ ഒരു പ്രോംപ്റ്റ് റിഡ്രസ് നമുക്ക് അവിടെ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്, സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് അറ്റ് ഈച്ച് ലെവൽ. ഓരോ തലത്തിലും ഒരു നിശ്ചിത സമയപരിധി കർശനമായിട്ട് പാലിക്കുക, അല്ലെങ്കിൽ കർശനമായിട്ട് നടപ്പിലാക്കുക. അടുത്തത് എന്താണ്? ഗ്രീവൻസസ് ഷുഡ് ബി ഫോർവേഡഡ് ടു ദ കൺസേൺഡ് അതോറിറ്റീസ്. എന്താണ്? ഗ്രീവൻസസ് ഷുഡ് ബി ഫോർവേഡഡ് ടു ദ കൺസേൺഡ് അതോറിറ്റീസ്. എല്ലാ ഗ്രീവൻസസുകളും നമ്മൾ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കുക. അതായത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റി ആരാണോ അവരുടെ അടുത്തേക്ക് നമ്മൾ എല്ലാ ഗ്രീവൻസസുകളും അറിയിക്കുക, അവരുമായിട്ട് ഇന്റിമേറ്റ് ചെയ്യുക. അത് അവരുമായിട്ട് ഇന്റിമേറ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റീസ് ആണ്. അവർ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട നടപടിക്രമങ്ങളൊക്കെ എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതോറിറ്റീസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇന്റിമേറ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? പ്രോംപ്റ്റ്നെസ് ഓക്കെയാണോ? ഒന്ന് വായിക്കോ? രണ്ട് പോയിന്റുകൾ ഒന്ന് വായിച്ചേ. രണ്ട് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ ആക്സെപ്റ്റബിലിറ്റി, സെക്കൻഡ് വൺ പ്രോംപ്റ്റ്നെസ്. വായിച്ചു നോക്കിയത്, എന്നിട്ട് അടുത്തത് പറയാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോയിന്റ് പറയാലോ. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, ലീഗൽ സാനിറ്റൈറ്റി. ഇതാണ് എന്താണ് ലീഗൽ സാനിറ്റൈറ്റി. നമ്മള് ലീഗൽ സാനിറ്റൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള പവിത്രത എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മളൊരു ഗ്രീവൻസ് പ്രൊസീജിയർ നടപ്പിലാക്കുമ്പോൾ
കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായിക്കൊണ്ടായിരിക്കണം നമ്മളെ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ നടപ്പിലാക്കുന്നത്. ഓക്കെ, അതായത് ഒരു നിയമത്തിന്റെ പിന്തുണ എപ്പോഴും ഉണ്ടായില്ല, തോന്നിയ രീതിയിലായിരിക്കരുത്, ഒരു നിയമവ്യവസ്ഥയുടെ അതിന്റെ ഒരു ലീഗൽ ഫ്രെയിം വർക്കിന് ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറുകൾ നടപ്പിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കാം. The grievance procedure must comply with the existing legislation. അതായത് നിലവിലുള്ള എല്ലാ നിയമവ്യവസ്ഥകൾക്കും വിധേയമായിട്ട് അല്ലെങ്കിൽ അത് പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഗ്രീവൻസ് പ്രൊസീജിയർ നടപ്പിലാക്കേണ്ടത് കേട്ടോ. ഇറ്റ് മസ്റ്റ് ബി ഫോംഡ് ആസ് an addition to the statutory provisions. ഇത് തന്നെ, അതായത് ലീഗൽ ആയിട്ടുള്ള എല്ലാ എന്താണ് നിയമവ്യവസ്ഥകൾക്കും വിധേയമായിട്ട്. അപ്പൊ നമ്മൾ പഠിച്ചില്ലേ സെക്ഷൻ 9C ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 സെക്ഷൻ 9C വ്യവസ്ഥകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. അത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസിന് വിധേയമായിക്കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യണം. അത് മാത്രമല്ല, the grievance machinery as given under laws should be followed wherever possible. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് ഗ്രീവൻസ് മെഷീനറി ആയിട്ട് ബന്ധപ്പെട്ട് സെക്ഷൻ 9C ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. അപ്പൊ ആ ഒരു ഗ്രീവൻസ് മെഷീനറി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും കഴിയാവുന്നിടത്തോളം എല്ലായിടത്തും നമ്മളിത് കൃത്യമായിട്ട് പാലിച്ചിരിക്കുന്നു. ഓക്കെ, the collective bargaining agreement or standing orders of the organization may contain the details of the procedure. That is, the collective bargaining agreement or standing orders of the organization that may contain the details of the procedure. That is, collective bargaining agreement. Collective bargaining agreement നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ. എന്താണ്? എല്ലാ എംപ്ലോയീസിന്റെയും പ്രശ്നങ്ങൾ ഒരുമിച്ച് പരിഹരിക്കുന്നതിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു എഗ്രിമെന്റിന്റെ പുറത്താണ് അല്ലെ, എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒരുമിച്ച് പരിഹരിക്കുന്നത്. അങ്ങനെയുള്ള കളക്റ്റീവ് ബാർഗെയിനിങ് എഗ്രിമെന്റുകൾ, അതുപോലെ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ സ്റ്റാൻഡിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, നിബന്ധനകളും വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതിനകത്തെല്ലാം നമ്മൾ ഈ പറയുന്ന നിയമപരമായിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും ഉൾപ്പെടുത്താം എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞിട്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥകൾക്ക് അനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് നടപ്പിലാക്കേണ്ടത്, ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ നടപ്പിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, നാലാമത്തെ പോയിന്റ് പറയുന്നത് സിംപ്ലിസിറ്റി ആണ്. സിംപ്ലിസിറ്റിയിൽ എന്താണ് പറയുന്നത്? ദ ഗ്രീവൻസ് പ്രൊസീജിയർ മസ്റ്റ് ഹാവ് ഫ്യൂവർ സ്റ്റെപ്പ്. ഒരു ഗ്രീവൻസ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അതിൽ വളരെ കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഒരുപാട് സ്റ്റെപ്പുകൾ വരുമ്പോൾ അതിനനുസരിച്ച് കോംപ്ലിക്കേഷൻസ് കൂടും അല്ലെ. വളരെ കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമേ അതിനകത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. അത് മാത്രമല്ല, എംപ്ലോയീസ് മസ്റ്റ് ബി ഇൻഫോംഡ് അബൌട്ട് ദ കൺസേൺ ഓഫീസേഴ്സ് ആൻഡ് ദ എൻറ്റയർ പ്രൊസീജിയർ ഓഫ് ദ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഗ്രീവൻസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പറ്റിയിട്ട് ആരെ അറിയിച്ചിരിക്കണം? എംപ്ലോയീസിനെ നമ്മൾ ഇൻഫോം ചെയ്തിരിക്കണം. അതായത് അവര് തമ്മില് എന്താണ് ഒരു സിംപ്ലിസിറ്റി, അവർക്കിടയിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഉണ്ടാകുന്നത്. അതായത് എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർക്ക് അറിയണം ആ സ്ഥാപനത്തിലെ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്, അതിനെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള അറിവും ധാരണയും ആർക്ക് കൊടുത്തിരിക്കണം? അവിടുത്തെ എംപ്ലോയീസിന് കൊടുത്തിരിക്കണം. അല്ല, അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അവർക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാനും അവിടുത്തെ നടപടിക്രമങ്ങൾ മനസ്സിലാക്കാനും ഒരു റൈറ്റ് ആക്കുന്നുണ്ട് അവിടെയുള്ള എംപ്ലോയീസിനുണ്ട്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന സിംപ്ലിസിറ്റി. ഓക്കെ, അഞ്ചാമത് വരുന്ന പോയിന്റ് എന്താണ്? ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിൽ എന്താണ് പറയുന്നത്? ടു എൻഷുവർ ഇഫക്റ്റീവ് വർക്കിംഗ് ഓഫ് ദ ഗ്രീവൻസ് പ്രൊസീജിയർ, ദ സൂപ്പർവൈസേഴ്സ് ആൻഡ് ട്രേഡ് യൂണിയൻ റെപ്രസെന്റേറ്റീവ്സ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ട്രെയിനിങ് ഫോർ ഹാൻഡ്ലിംഗ് ഗ്രീവൻസസ്. അതായത് നമ്മൾ ഇങ്ങനെയുള്ള ഗ്രീവൻസസ് ഹാൻഡിൽ ചെയ്യുന്നതിനായിട്ട് സൂപ്പർവൈസേഴ്സിനും മറ്റു യൂണിയൻ റെപ്രസെന്റേറ്റീവ്സിനും ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുത്തിരിക്കണം. ഇതാണ് അവിടെ പറയുന്നത്. ടു എൻഷുവർ ഇഫക്റ്റീവ് വർക്കിംഗ് ഓഫ് ദ ഗ്രീവൻസ് പ്രൊസീജിയർ. ആ ഒരു ഗ്രീവൻസ് പ്രൊസീജിയർ വളരെ ഇഫക്റ്റീവ് ആണ്, വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്ക് അവിടെ നടപ്പിലാക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സൂപ്പർവൈസേഴ്സ് ആയിക്കോട്ടെ മറ്റു യൂണിയൻ റെപ്രസെന്റേറ്റീവ്സിന് അതിനാവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് നമുക്ക് കൊടുത്തിരിക്കും. ഓക്കെ, ആറാമത് വരുന്നത് ഫോളോ അപ്പ് ആണ്. നമ്മൾ ഇതൊക്കെ നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അതിനനുസരിച്ച് കറക്റ്റുള്ള തുടർ നടപടികൾ നമ്മൾ എടുത്തിരിക്കും, ഫോളോ അപ്പ് എടുത്തിരിക്കണം അല്ലെ. നോക്കാം, the procedure of grievance must be regularly reviewed. നമ്മൾ ഇങ്ങനെയുള്ള
ഗ്രീവൻസ് പ്രൊസീജിയറുകളൊക്കെ റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം, അവലോകനം ചെയ്യണം അല്ലെ. ഇമ്പോർട്ടന്റ് മോഡിഫിക്കേഷൻസ് മസ്റ്റ് ബി ഡൺ ഫ്രം ടൈം ടു ടൈം ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് മോർ ഇഫക്റ്റീവ്. അതായത് നമുക്ക് കുറെ കൂടെ ഇഫക്റ്റീവ് ആക്കി മാറ്റുന്നതിന് കാലാകാലങ്ങളില് അതിനാവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്തണം. അപ്പൊ നമ്മളൊരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ നടപ്പിലാക്കിയിട്ട് വെറുതെ പോയിട്ട് കാര്യമില്ല, നിങ്ങൾ എന്ത് റിവ്യൂ ചെയ്യണം. കാര്യം ആ പ്രൊസീജിയർ ഇഫക്റ്റീവ് ആണോ അല്ലയോ, അതിനെന്തെങ്കിലും ഡ്രോബാക്സുകൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിവ്യൂ ചെയ്യണം. റിവ്യൂ ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ ഓരോ സമയത്തിനനുസരിച്ച് അതിന്റെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തണം അല്ലെ. കുറെ കൂടെ ഇഫക്റ്റീവ് ആക്കി മാറ്റുന്നതിന് അതിന് എന്തൊക്കെ മോഡിഫിക്കേഷൻസ്, എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് അവിടെ നടപ്പിലാക്കിയിരിക്കണം. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിനെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ചില എലമെന്റ്സുകളാണ് നമ്മളോട് പറഞ്ഞത്. ഒന്ന് അക്സെപ്റ്റബിലിറ്റി അല്ലെ, നമ്മളൊരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ നടപ്പിലാക്കുമ്പോൾ ഈ പറയുന്ന മാനേജേഴ്സും എംപ്ലോയീസും യൂണിയൻസിന്റെ എല്ലാവരുടെ സമ്മതം ആവശ്യമാണ്. അവരുടെ എല്ലാവരുടെയും ഒരു അക്സെപ്റ്റബിലിറ്റിയോട് കൂടി മാത്രമേ അത് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ പരിഹാരം കാണാനുള്ളതാണ്. അതിന് നമുക്ക് സ്വീകരിക്കാവുന്ന കുറച്ച് മാർഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഒരു നിയമവ്യവസ്ഥയ്ക്ക് ഒരു നിയമാനുസൃതമായിട്ടുള്ള ചട്ടക്കൂടി നിന്നുകൊണ്ടായിരിക്കണം നമ്മളൊരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞത് സിംപ്ലിസിറ്റി ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും കുറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ നമ്മൾക്ക് ആ ഒരു പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അതോടൊപ്പം ജീവനക്കാർക്ക് അവരുടെ സ്ഥാപനത്തിലെ ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്, അവരെ പറ്റിയിട്ടുള്ള ഒരു അറിവ് അവർക്ക് കൊടുത്തിരിക്കണം. അതുപോലെ ട്രെയിനിങ് കൊടുക്കുക. ഏറ്റവും നല്ല രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് സൂപ്പർവൈസേഴ്സിന് മറ്റ് യൂണിയൻ റെപ്രസെന്റേറ്റീവ്സിനൊക്കെ ഇതിനാവശ്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുക. അതോടൊപ്പം നമ്മളത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാം. അതായത് അതിലെന്തെങ്കിലും ഡ്രോബാക്സുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ സമയാസമയങ്ങളിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഒന്ന് വായിച്ചേട്ടോ, ആ ഒരു പോയിന്റ് ഒന്ന് വായിച്ചു നിങ്ങള്. എസെൻഷ്യൽസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ കേട്ടോ. 5 പോയിന്റ് ആണ് അത് പറഞ്ഞത്. 5 സോറി 6 വായിക്കും കേട്ടോ. ലീഗൽ സാനിറ്റൈറ്റിലൊന്നും ഇല്ലാഞ്ചു. അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥകൾക്ക് അനുസരിച്ചിട്ട് വേണം ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് കേട്ടോ. നിയമവ്യവസ്ഥകൾക്ക് അനുസരിച്ച് നമ്മൾ സെക്ഷൻ 9C ഒക്കെ പഠിച്ചത് ഓർമ്മയില്ലേ? കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞില്ലേ നമ്മള് സെക്ഷൻ 9C ഒരു ഗ്രീവൻസ് മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അങ്ങനെയുള്ള നിയമങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം ഈ ഒരു നടപടിക്രമങ്ങൾ ചെയ്യാനായിട്ട്. അത്രയേ ഉള്ളൂ എന്നത് കേട്ടോ. നെക്സ്റ്റ് പറയട്ടെ, അടുത്തതിലേക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ആണ് കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസും ആണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ കേട്ടോ. ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റുകള്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്? 6 പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഇറ്റ് ബ്രിങ്സ് ഔട്ട് ഗ്രീവൻസ് ഇഷ്യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മാനേജ്മെന്റ് സോ ദാറ്റ് റെമഡിയൽ ആക്ഷൻസ് ക്യാൻ ബി ടേക്കൺ. അല്ലെ, നമുക്ക് ഈ പരിഹാര നടപടികൾ എടുക്കാനായിട്ട് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാനേജ്മെന്റിന്റെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്.
എന്തുകൊണ്ടാണ് നമുക്ക് അതിനെ കൊണ്ടുവരാൻ സാധിച്ചത്? ഇങ്ങനെയുള്ള ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഉള്ളത് കൊണ്ടാണ് അല്ലെ. അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊന്നും പുറത്തറിയില്ല, മാനേജ്മെന്റിന് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റെമഡിയൽ ആക്ഷൻസ്, പരിഹാര നടപടികൾ എടുക്കാനായിട്ട് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാനേജ്മെന്റിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തത് പറയുന്നത് ടൈമിലി ഇന്റർവെൻഷൻ ബൈ ദ മാനേജ്മെന്റ് prevents minor grievances from assuming big proportions and becoming a dispute. അതായത് നമുക്കറിയാം, നമ്മൾ മാനേജ്മെന്റിന്റെ മുന്നിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കും. സ്വാഭാവികമായിട്ടും മാനേജ്മെന്റ് അതിൽ ഇടപെടും അല്ലെ. അപ്പൊ ഈ മാനേജ്മെന്റിന്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലിലൂടെ നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ വളർന്നു വലുതായി വലിയൊരു ഗ്രീവൻസിലോട്ട് മാറുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രീവൻസ് ഉണ്ടാകുമ്പോൾ അതിന് ഇനീഷ്യൽ ലെവലിൽ തന്നെ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാനേജ്മെന്റിന്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലിലൂടെ മൈനർ ആയിട്ടുള്ള ഗ്രീവൻസുകൾ പോലും വളർന്നു വരുന്നതായി വലിയൊരു ഗ്രീവൻസിലോട്ട് മാറുന്ന ആ ഒരു സാഹചര്യങ്ങളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫോർമലൈസ്ഡ് ഔട്ട്ലെറ്റ് ഫോർ ദ എംപ്ലോയീസ് psychological release to reduce their dissatisfaction. The grievance system may or may not be used by the worker for his own emotional release in a particular system. However, it builds with him a sense of emotional security as the system is there of his support. അതായത് നമുക്കറിയാം, ഒരു എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വിഷമങ്ങള്, അവരുടെ ഗ്രീവൻസസ്, അവരുടെ പ്രശ്നങ്ങള്, അവരുടെ ആശങ്കകള് അതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ ഔപചാരികമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് അല്ലെ. വളരെ ഫോർമലായിട്ട് ഇപ്പൊ എന്തെങ്കിലും എംപ്ലോയീസിന്റെ എന്ത് ഇഷ്യൂസ് വരികയാണെങ്കിൽ, എന്ത് ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും കൺസേൺസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ട് അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. അപ്പൊ അതിലൂടെ അവർക്ക് എന്താണ്, കുറെ അതിർത്തി അവർക്ക് കുറയ്ക്കാൻ പറ്റും, കുറെയൊക്കെ ഗ്രീവൻസസുകൾ അവർക്ക് കുറയ്ക്കാൻ പറ്റും, അവരുടെ ഇമോഷണൽ സ്ട്രെസ് അവിടെ കുറയ്ക്കാൻ പറ്റും അല്ലെ. അത് മാത്രമല്ല, അങ്ങനെ ഒരു എന്താ പറയുക ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഉണ്ട് എന്നുള്ള ധാരണയില് അവർക്ക് അങ്ങനെ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ഫീലിംഗ് അവർക്ക് കിട്ടും. എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അവർക്ക് ഒരു ധൈര്യമുണ്ട്, അവിടെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു സൊല്യൂഷൻ കിട്ടും എന്നുള്ളൊരു ഇമോഷണൽ സെക്യൂരിറ്റി ഫീലിംഗ് അവർക്ക് അതിലൂടെ ലഭിക്കും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫോർമലൈസ്ഡ് ഔട്ട്ലെറ്റ് for the employee psychological release to reduce their dissatisfaction. The grievance system may or may not be used by the worker for his own emotional release in a particular system. However, it builds within him a sense of emotional security as the system is there for his support. അവരുടെ ഉള്ളിൽ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ബിൽഡപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അതെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു സപ്പോർട്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നാലാമത്തെ പോയിന്റ് ഇതാണ്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മെയിന്റനൻസ് ഓഫ് എ കൺഡ്യൂസീവ് വർക്കിംഗ് എൻവയോൺമെന്റ്. വളരെ അനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം നിലനിർത്താനും അതുപോലെ എന്താണ് നിലനിർത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഈ പറയുന്ന ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മെയിന്റനൻസ് ഓഫ് എ കൺഡ്യൂസീവ് വർക്കിംഗ് എൻവയോൺമെന്റ്. വളരെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഈ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ വളരെയധികം സഹായിക്കുന്നുണ്ട്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്. ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ടു ഐഡന്റിഫൈ ദ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് എംപ്ലോയീസ് റിഗാർഡിംഗ് ദ ഓർഗനൈസേഷണൽ പോളിസീസ്, റൂൾസ് ആൻഡ് പ്രാക്ടീസസ് സോ ദാറ്റ് എസെൻഷ്യൽ അപ്ഗ്രേഡ്സ് ഇൻ പോളിസീസ് ആൻഡ് റൂൾസ് ക്യാൻ ബി ഡൺ. എന്താണ് അവിടെ പറയുന്നത്? It helps the management to identify the attitudes and feelings of employees regarding the organizational policies, rules and practices, so that the essential upgrades in policies and rules can be done. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഓർഗനൈസേഷനിലുള്ള റൂൾസ്, പോളിസികള്, പ്രാക്ടീസസ് അതിനെ പറ്റി എംപ്ലോയീസിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്നാണ് അല്ലെ. ഒരു സ്ഥാപനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങള്, ചട്ടങ്ങള്, അതിനോടുള്ള എംപ്ലോയീസിന്റെ ആ ഒരു മനോഭാവം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് മാനേജ്മെന്റിനെ സഹായിക്കുന്നത് ഈ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. മാനേജ്മെന്റ് മനസ്സിലാക്കാൻ പറ്റും
അവിടെ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ അവിടുത്തെ എംപ്ലോയീസിന് എത്രത്തോളം യോജിപ്പുണ്ട്, അവർക്ക് അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മാനേജ്മെന്റിന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഈ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറാണ്. അപ്പൊ അതിനനുസരിച്ചുകൊണ്ട് ആ പോളിസികളിലും റൂളുകളിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പരിഷ്കാരങ്ങൾ വരുത്താനും മാനേജ്മെന്റിന് സാധിക്കുന്നുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജ് അല്ലേ? ആറാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ക്ലോസ്ലി മോണിറ്റേഴ്സ് ആർബിട്രറി മാനേജ്മെന്റ് ആക്ഷൻസ്. As the manager knows that his actions can be scrutinized and challenged, he will be more cautious while coming to a decision. എന്ന് പറഞ്ഞാല് ഒരു മാനേജ്മെന്റിന്റെ ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനം നമ്മള് മാനേജ്മെന്റ് സ്റ്റൈലൊക്കെ പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടോ? ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്, പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ? മാനേജ്മെന്റ് അവരുടേതായിട്ടുള്ള രീതിയിലുള്ളൊരു എന്താ പറയാ മാനേജ്മെന്റ് അല്ലെ, ആ രീതിയിലൊരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണെങ്കിൽ എല്ലാവർക്കും അതിനെ യോജിക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള രീതിയിലുള്ള മാനേജ്മെന്റ് പ്രവർത്തനങ്ങളെയൊക്കെ ഈ പറയുന്ന ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. അത് മോണിറ്റർ ചെയ്യും. അതുകൊണ്ട് തന്നെ മാനേജേഴ്സിന് അവരുടെ പ്രവർത്തികള് എന്താണ് ഈ പറയുന്ന പോലെ പരിശോധനയ്ക്ക് അവരുടെ പ്രവർത്തനങ്ങള് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകും എന്നുള്ളൊരു ധാരണയുള്ളത് കൊണ്ട് തന്നെ അവര് വളരെയധികം എന്താണ് ശ്രദ്ധയോടുകൂടി മാത്രമേ അവർ തീരുമാനങ്ങൾ എടുക്കുള്ളൂ. അവർക്ക് അവരുടേതായ ഇഷ്ടത്തിലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മാനേജേഴ്സിന് ചെയ്യുമ്പോൾ മാനേജേഴ്സിന് ഉള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നു. കാര്യം എന്താ? ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആയിട്ട് മോണിറ്റർ അവിടെ ചെയ്യപ്പെടുന്നുണ്ട്, അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവർക്കെതിരെ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട്. ആ ഒരു ധാരണയുള്ളത് കൊണ്ട് തന്നെ അവർ എന്ത് തീരുമാനങ്ങളും വളരെ കോഷ്യസ് ആയിട്ട് അവരുടെ ശ്രദ്ധയോടുകൂടി നമുക്ക് തീരുമാനങ്ങൾ എടുക്കും. അത് ശരിക്കും പറഞ്ഞാൽ എംപ്ലോയീസിന് അനുകൂലമാണ് അല്ലെ? അപ്പൊ അതും എന്താണ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ ആണോ? മനസ്സിലായോ പോയിന്റുകള്? വായിച്ചു നോക്കുക. അഡ്വാൻറ്റേജസ് ആണെന്ന് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ മക്കളെ, വായിച്ചു നോക്കിയ നിങ്ങള് ക്ലിയർ ആണ്? നമുക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇനി അതിന്റെ ചില ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം കേട്ടോ. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ദ പ്രൊസീജിയർ ക്യാൻ ബി ലെങ്തി ആൻഡ് കോസ്റ്റ്ലി. ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിരിക്കും, അതുപോലെ കോസ്റ്റ്ലി ആണ്. ഏറ്റവും ദൈർഘ്യമുള്ളതാണ്, ചെലവേറിയതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോൾ അതിനതിൻ്റെതായ പണച്ചെലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പലപ്പോഴും എന്ത് സംഭവിക്കാം, ലെങ്തി ആവാം. പെട്ടെന്ന് ഒരു സൊല്യൂഷൻ ചിലപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാലങ്ങളോളം നീണ്ടുപോയിക്കൊണ്ടിരിക്കും അല്ലെ? സോ ദ പ്രൊസീജിയർ ക്യാൻ ബി ലെങ്തി ആൻഡ് കോസ്റ്റ്ലി. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ലാക്ക് ഓഫ് പീപ്പിൾ സ്കിൽസ് ടു ഡീൽ വിത്ത് ഗ്രീവൻസസ് അറ്റ് എവറി സ്റ്റേജ്. അതായത് ഓരോ സ്റ്റേജിലും ഈ പറയുന്ന ഗ്രീവൻസസുകൾ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എന്താണ് സ്കില്ലുള്ള ആളുകളുടെ അഭാവം ഉണ്ടാവാം അല്ലെ? അതായത് നമുക്കറിയാം ഇതിലുള്ള ഗ്രീവൻസസുകളൊക്കെ പ്രോപ്പർ ചാനലിലൂടെ അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ എന്തുണ്ടാവില്ല, അതിനുള്ള ആളുകൾ അവിടെ ഉണ്ടാവില്ല. അതിൽ അത്തരം സ്കില്ലുകൾ ഉണ്ടാവണമെന്നില്ല. അതും അതിന്റെ ഒരു എന്താണ് ഒരു ഡ്രോബാക്ക് ആണ് അല്ലെ? ഇതാണ് അവിടെ പറയുന്നത്, lack of people skills to deal with the grievances at every stage. Third point ഇതാണ്, different procedures are followed in organization. There can be hostile action from the management against grievant employees. അതായത് നമുക്കറിയാം വിവിധ ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള പ്രൊസീജിയറുകളാണ്
നടപ്പിലാക്കുന്നത് കേട്ടോ. ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ് ഇൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള പ്രൊസീജിയറുകളാണ് നടപ്പിലാക്കുന്നത്. അപ്പോ നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു ഗ്രീവൻസ് പ്രൊസീജിയർ പോലെയാണെങ്കിൽ ചിലപ്പോൾ വേറൊരു സ്ഥാപനത്തിൽ നടക്കുന്നത്. എല്ലാ ഓർഗനൈസേഷനിലും അത് വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പരാതിക്കാരായിട്ടുള്ള ജീവനക്കാർക്കെതിരെ മാനേജ്മെന്റിന് ചിലപ്പോൾ ഒരു പക്ഷേ ശത്രുതാപരമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകാം. എപ്പോഴും ഉണ്ടാകും എന്നല്ല പറയുന്നത്, ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകും. അതിനൊരു പോസിബിലിറ്റി ഉണ്ട് അല്ലെ. ചിലപ്പോൾ ഒരു ജീവനക്കാരന് ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരോട് വളരെ ശത്രുതാപരമായിട്ടുള്ള നിലപാടായിരിക്കും മാനേജ്മെന്റ് എടുക്കും. അങ്ങനെ വരുമ്പോൾ എംപ്ലോയിക്ക് അവിടെ നിലനിൽക്കാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അത് എല്ലാവർക്കും ഉണ്ടെന്നല്ല, അങ്ങനെയും എന്തുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഫൈനൽ ഡിസിഷൻസ് ക്യാൻ ബി വിത്ത്ഹെൽഡ് ബൈ ദ മാനേജ്മെന്റ്. ദിസ് കോസസ് ഫ്രസ്ട്രേഷൻ എമംഗ് എംപ്ലോയീസ്. കേട്ടോ, അതായത് ഫൈനൽ ഡിസിഷൻസ് ക്യാൻ ബി വിത്ത്ഹെൽഡ് ബൈ ദ മാനേജ്മെന്റ്. ഫൈനൽ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അത് മാനേജ്മെന്റിന് തടയാനായിട്ട് സാധിക്കും. ദിസ് കോസസ് ഫ്രസ്ട്രേഷൻ എമംഗ് എംപ്ലോയീസ്. അത് എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു ഫ്രസ്ട്രേഷന് കാരണമാകുന്നുണ്ട്. ഓക്കെ, നമ്മളോട് പറയുന്നത് കേട്ടോ. ഫൈനൽ ഡിസിഷൻസ് ക്യാൻ ബി വിത്ത്ഹെൽഡ് ബൈ ദ മാനേജ്മെന്റ്. ദിസ് കോസസ് ഫ്രസ്ട്രേഷൻ എമംഗ് എംപ്ലോയീസ്. ഈ ഫൈനൽ ഡിസിഷൻസ് തടയാനായിട്ട് മാനേജ്മെന്റിന് സാധിക്കും. അതിൽ ഈ പറയുന്ന എംപ്ലോയീസിന്റെ ഇടയിൽ എന്തുണ്ടാക്കാം, ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാം, നിരാശയുണ്ടാക്കാം. ഓക്കെ. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്. The members may not react promptly and become dependent on the union to look after all the issues. എന്താണ്? The members may not react promptly and become dependent on the union to look after all the issues. ചിലപ്പോ നമ്മൾ ഈ ഗ്രീവൻസ് ഡ്രസ്സിൽ അവിടെ പ്രവർത്തിക്കുന്ന മെമ്പേഴ്സ് ഉണ്ടല്ലോ, ആ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്ന മെമ്പേഴ്സ്, അവരൊരു പക്ഷെ പെട്ടെന്ന് റിയാക്ട് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഗ്രീവൻസ് അവരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്താലും ചിലപ്പോൾ പെട്ടെന്ന് അതിനെ അവര് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അവർ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ദേ ബിക്കം ഡിപെൻഡന്റ് ഓൺ ദ യൂണിയൻ ടു ലുക്ക് ആഫ്റ്റർ ഓൾ ദ ഇഷ്യൂസ്. എല്ലാ പ്രശ്നങ്ങളും നേരിടാനായിട്ട് അവർ മുഴുവൻ യൂണിയനെ ആശ്രയിക്കും. ഈ യൂണിയന്റെ തലയിൽ ഇട്ട് കൊടുക്കും, യൂണിയൻ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ യൂണിയൻ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തട്ടെ എന്നുള്ള രീതിയിൽ എല്ലാ പ്രശ്നങ്ങളും യൂണിയന്റെ ഉത്തരവാദിത്തത്തിലേക്ക് ഇട്ടു കൊടുക്കാം. ശരിക്കും അത് ചെയ്യേണ്ടത് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആണ്. ചിലപ്പോ എന്ത് ചെയ്യപ്പെടാം, അവർ കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ റെസ്പോൺസ് കൊടുക്കില്ല. അതായത് യൂണിയൻ നോക്കിക്കോളും, അല്ലെങ്കിൽ യൂണിയൻകാരത് തീരുമാനിച്ചോളും, യൂണിയൻ തീരുമാനങ്ങൾ എടുത്തോട്ടെ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ മാറുമ്പോഴും പ്രശ്നങ്ങൾ വരും. ഓക്കെ, ഇതൊക്കെ നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ചില എന്താ പറയാ കാര്യങ്ങളാണ്. അത്രയുമാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ ആണോ, ക്ലിയർ ആണോ പറഞ്ഞ പോയിന്റുകൾ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഗ്രീവൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് അവിടെ കവർ ചെയ്യാണ് കേട്ടോ. നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഗ്രീവൻസിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഗ്രീവൻസ് എന്താണ്, അതിന്റെ കൺസെപ്റ്റ്, അതിന്റെ മീനിങ്, അതിന്റെ ഡെഫിനിഷൻ അല്ലെ, ടൈപ്സ് ഓഫ് ഗ്രീവൻസസ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഗ്രീവൻസസ് എക്സ്പ്രസ് ചെയ്യാം, സോഴ്സസ് ഓഫ് ഗ്രീവൻസ്, ഗ്രീവൻസിന്റെ പ്രൊസീജിയർ, ഗ്രീവൻസ് പ്രൊസീജിയർ അല്ലെ, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എംപ്ലോയി ഡിസിപ്ലിൻ ആണ് കേട്ടോ. അതാണ് എംപ്ലോയി ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്, അച്ചടക്കമാണ് കേട്ടോ. ഇനി അതിനെ പറ്റിയാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത്രയും വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇത്രയും എടുത്ത ഭാഗങ്ങളൊക്കെ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് എംപ്ലോയി ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അറിയാലോ, അച്ചടക്കമാണ് അല്ലെ. നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴും ആ സ്ഥാപനത്തിന് അവരുടേതായ ചില കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവും അല്ലെ, പെരുമാറ്റച്ചട്ടങ്ങൾ ഉണ്ടാവും. നമ്മൾ അതനുസരിച്ചിട്ട് വേണം അവിടെ പ്രവർത്തിക്കാനായിട്ട്. എംപ്ലോയീസ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തമുണ്ട് അല്ലെ. ഇപ്പൊ ജോലിക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് കയറുന്ന സ്ഥാപനത്തിന് അതിൻ്റെതായ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അതൊരു ഹോസ്പിറ്റൽ ആയാലും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഓഫീസ് ആയാലും എന്താണെങ്കിലും അല്ലെ, അവിടെ ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അനുസരിച്ചിട്ട് വേണം നമ്മുടെ ഓരോരുത്തരും പ്രവർത്തിക്കാനായിട്ട്. അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഡിസിപ്ലിൻ അല്ലെ, അച്ചടക്കം എന്ന് പറയുന്നത്. അങ്ങനെ ഡിസിപ്ലിനഡ് ആയിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കാം മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഡിസിപ്ലിൻ. ആദ്യം നമ്മൾ ഡിസിപ്ലിന്റെ മീനിങ്ങും അതിന്റെ ഡെഫിനിഷനുമാണ് നോക്കുന്നത്. ഓക്കെ, ഡിസിപ്ലിൻ റെഫേഴ്സ് ടു, അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണോ, ഡിസിപ്ലിൻ റെഫേഴ്സ് ടു ഫോളോ അപ്പ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ബൈ ദ എംപ്ലോയീസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത്
ഒരു ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവനക്കാര് അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുന്നതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ഒരു ഡെഫിനേഷൻ ആണ് പറഞ്ഞത് കേട്ടോ. Discipline refers to follow up of rules and regulations in a systematic manner by the employees in the interest of organization. അല്ലെ, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ, ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവനക്കാര് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ റൂൾസും റെഗുലേഷൻസും ഒക്കെ പാലിക്കുന്നതിനെയാണ് ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. The employees perform their duties and responsibilities, keeping the terms and conditions of the company in their mind, and it shows that they are disciplined. അല്ലെ, ഈ പറയുന്ന എംപ്ലോയീസ് നമുക്കറിയാം, ഒരു കമ്പനിയുടെ അവരുടേതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എന്താണ് മൈൻഡിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന എംപ്ലോയീസ് അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ നിർവഹിക്കുന്നത്. ഓക്കെ, the employees perform their duties and responsibilities, keeping the terms and conditions of the company in their mind. ഒരു കമ്പനിയുടെ ആ ഒരു എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മൈൻഡിൽ വെച്ചുകൊണ്ടാണ് ഓരോ എംപ്ലോയീസും അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഷോസ് ദാറ്റ് ദേ ആർ ഡിസിപ്ലിൻഡ്. അത് എന്താ കാണിക്കുന്നത്? ഡിസിപ്ലിൻഡ് ആണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി നോക്കാം. വൺ ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ മാനേജ്മെന്റ് ഈസ് എംപ്ലോയി ഡിസിപ്ലിൻ. ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ആർ നോട്ട് ഓൺലി കേപ്പബിൾ, അത് പറയാം. അതായത് നമുക്കറിയാം, ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എംപ്ലോയി ഡിസിപ്ലിൻ ആണ് അല്ലെ. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം തന്നെയാണ് എന്ത് എംപ്ലോയി ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് നോക്കുക. The disciplined employees are not only capable of facing the competitions, but can also result in higher productivity and industrial growth. Discipline motivates them to work in a coordinated manner and achieve the organizational objectives easily. അതായത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അവര് വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള സാഹചര്യങ്ങളെ നേരിടാൻ പ്രാപ്തരാകുക മാത്രമല്ല, അത് ഉയർന്ന ഉത്പാദനക്ഷമതയ്ക്കും ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനും ഒക്കെ കാരണമാകും. എന്താ ഉദ്ദേശിക്കുന്നത്? വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന എംപ്ലോയീസ് ആണെന്ന് വിചാരിക്കുക. നമുക്കറിയാം, ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഒരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതാണ് അല്ലെ, പൊളിറ്റിക്സിന്റെ ഇടയിൽ. അപ്പം അങ്ങനെയുള്ള ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാനും, എന്നാൽ അതോടൊപ്പം ആ ഒരു എംപ്ലോയീസിന് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ, അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും തോറും എന്ത് സംഭവിക്കും? ഇൻഡസ്ട്രിയൽ ഗ്രോത്തും സംഭവിക്കും അല്ലെ. അതിനൊക്കെ എന്ത് സഹായിക്കും? ഈ ഒരു ഡിസിപ്ലിൻ ഒരുപാട് സഹായിക്കും. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയീസ് ആണെങ്കിൽ അവര് എന്താണ് ഉയർന്ന ഉത്പാദനക്ഷമതയ്ക്കും ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനൊക്കെ കാരണമാകും അല്ലെ. ഓക്കെ, discipline motivates them to work in a coordinated manner and achieve the organizational objectives easily. അല്ലെ, അത് മാത്രമല്ല, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് അത് എംപ്ലോയീസിന് ശരിക്കും എന്ത് ചെയ്യാണ്? മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. വളരെ കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് എൻകറേജ് ചെയ്ത് ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ അവർക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാനും സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് എന്ത് എംപ്ലോയി ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നോക്കാം, നമുക്ക് രണ്ട് ഡെഫിനേഷൻസ് അവിടെ നോക്കാം. ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ഡെയിലി എസ്ബീച്ച്, ഡിസിപ്ലിൻ റെഗുലേറ്റ്സ് ദ ഹ്യൂമൻ ബിഹേവിയർ. ഡെഫിനേഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനേഷൻ തന്നിട്ട് ആരാണത് പ്രപ്പോസ് ചെയ്തത് എന്നുള്ളത് നിങ്ങളോട് ചോദിക്കും കേട്ടോ. അപ്പോ ഡെയിലി സ്പീച്ച് എന്താണ് പറഞ്ഞത്? ഡിസിപ്ലിൻ റെഗുലേറ്റ്സ് ദ ഹ്യൂമൻ ബിഹേവിയർ. പ്രാക്ടിക്കൽ കൊടുത്തിട്ടുണ്ട് ബൈ റിവാർഡ് ഓർ പെനാൽറ്റി അല്ലെ. അതായത് ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യന്റെ പെരുമാറ്റത്തിനെ നിയന്ത്രിക്കുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത്? ഒന്നുകിൽ ബൈ റിവാർഡ് ആവാം, ഓർ പെനാൽറ്റി ആവാം. ഒന്നുകിൽ നമ്മളൊരു പ്രതിഫലം കൊടുത്തിട്ടാവാം, ചിലപ്പോൾ ഒരു ശിക്ഷയിലൂടെ ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ആരുടെ ഡെഫിനേഷൻ ആണ്? ഡെയിൽ എസ്ബീച്ചിന്റെ ഡെഫിനേഷൻ ആണ്. അടുത്തത് അക്കോർഡിംഗ് ടു ഗാരി ഡെസ്ലർ. ഗാരി ഡെസ്ലറിന്റെ ഡെഫിനേഷൻ എന്താണ്? ഡിസിപ്ലിൻ ഇസ് എ പ്രൊസീജിയർ ദാറ്റ് കറക്ട്സ് ഓർ പണിഷസ് എ സബോർഡിനേറ്റ് because a rule of procedure has been violated.
അതായത് ഒരു സബോർഡിനേറ്റ്, ദാറ്റ് മീൻസ് ഒരു കീഴുദ്യോഗസ്ഥൻ ഒരു നിയമങ്ങളോ ചട്ടങ്ങളോ ലംഘിക്കുന്നത് മൂലം അവരെ തിരുത്തുകയോ അവരെ ശിക്ഷിക്കുകയോ ചെയ്യുന്ന ആ ഒരു നടപടിക്രമത്തിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇതാരാണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തത്? ഗ്യാരി ഡെസ്ലർ ആണ് കേട്ടോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു സബോർഡിനേറ്റ്, ഒരു കീഴുദ്യോഗസ്ഥൻ ഈ പറയുന്ന സ്ഥാപനത്തിന്റെ ചട്ടങ്ങള് അല്ലെങ്കിൽ നിയമങ്ങള് ലംഘിക്കുന്നതിനെ തടയുന്നതോ തിരുത്തുന്നതോ ആയിട്ടുള്ള നടപടിക്രമങ്ങളെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ആരാണ് പറഞ്ഞത്? ഗ്യാരി ഡെസ്ലർ. ഇനി ഡെയ്ലസ് സ്പീച്ച് എന്താണ് പറഞ്ഞത്? അതായത് മനുഷ്യന്റെ പെരുമാറ്റത്തിന് നിയന്ത്രിക്കുന്ന ഒന്നാണ് ഡിസിപ്ലിൻ. അതൊന്നെങ്കിൽ റിവാർഡ് കൊടുത്തോണ്ട് ഒരു പ്രതിഫലം കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അവരെ ഒരു ശിക്ഷയിലൂടെ നമുക്ക് മാറ്റം വരുത്താം, അല്ലെ? ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നമുക്ക് നോക്കാറുള്ളത് നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ആണ് കേട്ടോ. നേച്ചർ ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിന്റെ നേച്ചർ എന്ന് പറഞ്ഞ് കുറച്ച് പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 6 പോയിന്റുകളേ ഉള്ളൂ. ഏതൊക്കെയാണ് 6 പോയിന്റ് നോക്കാം. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ബിഹേവിയർ, സെക്കൻഡ് വൺ മോട്ടിവേറ്റിംഗ് ഫോഴ്സ്, തേർഡ് വൺ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ നേച്ചർ, ഫോർത്ത് വൺ വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്, ഫിഫ്ത് വൺ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്, സിക്സ്ത് വൺ കൺട്രോളിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഓരോന്ന് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റാൻഡേർഡ് ബിഹേവിയർ ആണ് കേട്ടോ. എന്ന് പറഞ്ഞിട്ട് എവരി ഓർഗനൈസേഷൻ സെറ്റ്സ് certain objectives for the employees. To achieve these organizational goals, employees need to have a standard behavior which can be acquired by following a specific code of conduct formulated by the organization. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതാണ്, ഒരു ഓർഗനൈസേഷന്, ഏതൊരു ഓർഗനൈസേഷനും അവർക്ക് അവരുടേതായ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവും, അല്ലെ? കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കോഡ് ഓഫ് കണ്ടക്ട്, കോഡ് ഓഫ് ബിഹേവിയർ, പെരുമാറ്റച്ചട്ടം, അല്ലെ? എന്താണ്? അതായത് ഒരു ഓർഗനൈസേഷന്റെ, ഒരു ബിസിനസിന്റെ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഓരോ ജീവനക്കാരും പ്രവർത്തിക്കേണ്ട ഒരു എന്താണ് പ്രവർത്തിക്കേണ്ട ഒരു രീതിയാണ്. അതിനെയാണ് നമ്മൾ അവിടുത്തെ പെരുമാറ്റച്ചട്ടം, കോഡ് ഓഫ് കണ്ടക്ട്, കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. എന്തിനാ നമ്മളത് സെറ്റ് ചെയ്യുന്നത്? ഓരോ സ്ഥാപനത്തിനും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്, അല്ലെ? ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവിടുത്തെ എംപ്ലോയീസ് പ്രവർത്തിക്കേണ്ട ഒരു രീതിയാണ് നമ്മളൊരു കോഡ് ഓഫ് കണ്ടക്റ്റിലൂടെ പറയുന്നത്, അല്ലെ? അപ്പോ ഇവര് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു സ്പെസിഫിക് കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്തിട്ട്, അല്ലെ, ഫോളോ ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ഓരോ എംപ്ലോയീസിനും അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. അതായത് ആ ലക്ഷ്യങ്ങള്, ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ അവിടെ ഓരോ എംപ്ലോയീസിനും ഉണ്ടായിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ബിഹേവിയർ ഉണ്ടാകാന്ന് പറയുമ്പോൾ ആ ഒരു ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനുള്ള ആ ഒരു അഡോപ്റ്റബിലിറ്റി അവിടുത്തെ ഓരോ എംപ്ലോയീസിനും ഉണ്ടാകണം. അതാണ് അവിടുത്തെ അവർ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് ബിഹേവിയർ കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. എവരി ഓർഗനൈസേഷൻ സെറ്റ്സ് certain objectives for the employees. To achieve these organizational goals, employees need to have a standard behavior which can be acquired by following a specific code of conduct formulated by the organization. Okay. അടുത്തതാണ് മോട്ടിവേറ്റിംഗ് ഫോഴ്സ് കേട്ടോ. എന്താണ് മോട്ടിവേറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്? ഡിസിപ്ലിൻ ആക്ട് as a motivating force because it encourages the employees to correct their mistakes or misconducts after anticipating the consequences they may face if they violate the discipline policy. അതായത് ഈ ഡിസിപ്ലിൻ പോളിസികൾ, ഈ അച്ചടക്ക നയങ്ങളെല്ലാം തന്നെ ലംഘിച്ചാൽ ഉണ്ടായേക്കാവുന്ന ആ ഒരു കോൺസിക്വൻസസിന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എംപ്ലോയീസിന്. അപ്പൊ അതിന്റെ ഒരു ധാരണയിൽ തന്നെ നമുക്ക് എംപ്ലോയീസ് ഒരു തെറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിന് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാര്യം എംപ്ലോയീസിന് അറിയാം, അതായത് ഇങ്ങനെയുള്ള ഡിസിപ്ലിൻ പോളിസികൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നടപടിക്രമങ്ങൾ അവർക്കെതിരെ എടുക്കും എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടെങ്കിൽ, ആ ഒരു ധാരണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അങ്ങനെയുള്ള പ്രവൃത്തികളിൽ, അതിനൊരു മിസ്കണ്ടക്റ്റിലേക്ക്, ഒരു ഡിസിപ്ലിൻ ആക്ടിവിറ്റീസിലേക്ക് അവർ പോകില്ല, അല്ലെ? ആ ഒരു രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടും എന്ത് സഹായിക്കുന്നുണ്ട്? ഡിസിപ്ലിൻ സഹായിക്കും. സോ ആ അർത്ഥത്തിൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ് കേട്ടോ. മോട്ടിവേറ്റ് ചെയ്യും അവരെ, നല്ല രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യും, അല്ലെ? അതായത് നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യും.
കാര്യം അവർക്ക് അറിയാം എന്തെങ്കിലും ഒരു അച്ചടക്കൽ എന്തെങ്കിലും കാണിച്ചാൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്കൊരു ധാരണയുള്ളത് കൊണ്ട് തന്നെ അവർ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ചെയ്യില്ല. അപ്പൊ ആ ഒരു രീതിയിൽ അവരെ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആയിട്ട് ഡിസിപ്ലിൻ പ്രവർത്തിക്കും. ഓക്കെ, ക്ലാസ്സിൽ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയും ഭാഗങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you, ma'am. Thank you.